ഹലോ അസ്സലാമു അലൈക്കും. എടാ, +2 അറബി പരീക്ഷയിൽ ക്രിസ്മസ് എക്സാമിന് അല്ലെങ്കിൽ നിർബന്ധമായും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഒരു ഹിവാർ ഏതാളും ചോദ്യം ഉണ്ടാവും. പല കുട്ടികളും എന്ത് ചെയ്യും, ഹിവാർ കാണുമ്പോഴേക്കാണ് 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായി ഹിവാർ ചോദിക്കുക, അതുകൊണ്ട് ഒഴിവാക്കും. സത്യത്തിൽ ഹിവാർ എഴുതുക എന്നുള്ളൊരു പണിയുള്ള കാര്യമല്ല. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യുക, അതിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതിനൊരു ട്രിക്സ് ഞാൻ പറഞ്ഞുതരാൻ പോവാണ്. റെഡിയാണല്ലോ? ഈ ട്രിക്സ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഹിവാർ അടിപൊളി എഴുതുക കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഹിവാർ നമ്മൾ നല്ലോണം വായിച്ചു നോക്കണം. നമുക്ക് കോമൺ ആയിട്ട് എന്ത് ചെയ്യും, ഹിവാർ ചിലപ്പോൾ ആരൊക്കെ തമ്മിലാണ് ഹിവാർ ക്വസ്റ്റ്യൻ തന്നെ തരും, നിങ്ങൾക്ക് കോമൺ ആയിട്ട് തരും. പക്ഷേ ചില ക്വസ്റ്റ്യൻ ഇങ്ങനെ തരൂല. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചു നോക്കിയിട്ട് ആരൊക്കെ തമ്മിലാണ് ഹിവാർ എന്ന് നമ്മൾ ശരിക്കും നോക്കണം. ഇവിടെ നമുക്ക് 2 പേര് കാണാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ പേര് നല്ലപോലെ നോക്കി കണ്ടെത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം. അപ്പോൾ ഈ നോക്കുന്ന ഇടയിൽ നിങ്ങൾക്ക് നല്ലവണ്ണം നോക്കുന്ന സമയത്ത് ഈ ഹിവാർ ഇതിൻ്റെ ഇടയിൽ എന്ത് ചെയ്യുക കഴിഞ്ഞാൽ പിന്നെ ഹിവാർ നടക്കുന്ന ആളുകളുടെ പേര് നിങ്ങൾ കണ്ടെത്താൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് വായിച്ചു നോക്കണം. അപ്പോൾ ഇവിടെ മാജിദ് എന്നുണ്ട്, പിന്നെ ഇവിടെ സുദീഖ് ബാബു ഫിലയ്യ വക്കാന അബൂഹു രാജൻ, അവിടെ രാജൻ. അപ്പോൾ ഈ ഹിവാർ നടക്കുന്ന ആളുകളുടെ പേര് നമ്മൾ നല്ലോണം വായിച്ചു നോക്കിയിട്ട് നമ്മൾ കണ്ടെത്താം. പിന്നെ കോമൺ ആയിട്ട് ഈസി ആയിട്ട് കണ്ടെത്താൻ വേണ്ടി 2-3 വാക്കുകൾ. ഒന്നെന്ന് വെച്ചാൽ ഹിവാറിൻ്റെ ഇതിലുണ്ടാവും ജറ എന്ന് പറഞ്ഞാൽ നടന്നു എന്ന് അർത്ഥം. ജറ, ഒരു ഹിവാർ നടന്നു എന്നുണ്ടാവും. അതല്ലെങ്കിൽ ചിലപ്പോൾ ഉണ്ടാവും ലക്കിയ, കണ്ടുമുട്ടി ഉണ്ടാവും. അതല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ഉണ്ടാവും വെച്ച് കഴിഞ്ഞാൽ ദാറ, നടന്നു, ദാറൽ ഹിവാർ നടന്നു. ഈ വാക്കുകളുടെ അടുത്ത് ആ വരുന്ന സെൻറ്റൻസിന് അപ്പുറത്തൊക്കെ ആയിട്ട് 2 ആളുടെ പേരുണ്ടാവും. നല്ലോണം വായിച്ച് നോക്കി നമ്മൾ ആകെ കണ്ടെത്തേണ്ടത് എന്താണ്, കണ്ടെത്തേണ്ടത് ആരൊക്കെ തമ്മിലാണ് ഹിവാർ എന്നുള്ളതാണ് നിങ്ങൾ ആകെ കണ്ടെത്തേണ്ടത്. ഇങ്ങനെ തന്ന പിന്നെ ഈ പണി കുറഞ്ഞ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ഹിവാർ ആരൊക്കെ തമ്മിൽ കണ്ടെത്തി. ഓക്കെ, കണ്ടെത്തിയാൽ നമുക്ക് സ്വാഭാവികം നമുക്ക് അറിയുന്ന കുറച്ച് വാക്കുകൾ എന്താണ്, അസ്സലാമു അലൈക്കും, വലൈക്കും അസ്സലാം പറയാം. അതല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, കൈഫൽ ഹാൽ സൊബാൽ ഖൈർ സുബാഹിനൂർ പറയാം അല്ലേ, കൈഫൽ ഹാൽ ജൈൻ അൽഹംദുലില്ലാ എന്നൊക്കെ പറയാം. പക്ഷെ ആ വാക്കുകൾ എന്തായാലും 4 ലൈൻ ഉണ്ടാവും. ക്ലിയർ ആയല്ലോ? പിന്നെ അടുത്തൊരു 4 ലൈൻ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്വസ്റ്റ്യൻ നിങ്ങൾ മനസ്സിലായ ആളാണെങ്കിൽ 2-3 വട്ടം കുറച്ചെങ്കിലും മനസ്സിലാവും. അപ്പോൾ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും നിങ്ങൾ പിന്നെ എന്താ പറയുക, കോൺവെർസേഷൻ നിങ്ങൾ സ്വന്തമായി എഴുതാൻ പറ്റുമെങ്കിൽ നിങ്ങൾ എഴുതുക. ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും എഴുതുക. ഇനി അടുത്ത് ഞാൻ പറയാൻ പോണത് കുറച്ച് ചില സിമ്പിളായിട്ട് എല്ലാ ഹിവാറിലും നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. ഇപ്പോൾ ഏതൊരു ഹിവാറെന്ന് പറഞ്ഞാൽ 2 ആൾ തമ്മിൽ കണ്ടുമുട്ടും. ഈ കണ്ടുമുട്ടുന്ന ആളോട് നമുക്ക് എന്ത് ചെയ്യാം, ഇവർ അപ്പോൾ കണ്ടുമുട്ടിച്ചാൽ ഒരാൾ എവിടുന്നോ വരികയാണ്, ചിലപ്പോൾ ഒരാൾ അവിടെ ഉണ്ടാവും, 2 ആൾ എവിടുന്നോ വരികയായിരിക്കും. അപ്പോൾ ഈ വരുന്ന ആളോട് നമുക്ക് ചോദിക്കാൻ പറ്റും, നമ്മൾ സ്വാഭാവികമായിട്ട് ചോദിക്കും ഇവിടുന്ന് വരുന്നതെന്ന് ചോദിക്കും. ഇത് 2 രീതിയിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഒന്ന് എന്താണെന്നറിയോ, ഏറ്റവും സിമ്പിളായി ചോദിക്കണം, മിൻ ഐന, മിൻ ഐന എവിടെ നിന്നാണെന്ന് അർത്ഥം. മിൻ ഐന എവിടെ നിന്നാണ്, മിൻ ഐന അനിത്താന്ന് ചോദിക്കാം, നീ എവിടെ നിന്നാണ് വരുന്നത്. ഇത് നിങ്ങൾക്ക് ഈ ആവശ്യ സ്ഥലത്ത് ഉപയോഗിക്കാം. ഇനി ഇതേ മീനിങ് കിട്ടുന്ന മറ്റൊരു വാക്കാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ മിൻ ഐന, മിൻ ഐന തെജീഉ, തെജീഉ എന്ന് പറഞ്ഞാൽ നീ വരുന്നത് ഉണ്ടോ. മിൻ ഐന തെജീഉ, നീ എവിടെ നിന്നാണ് വരുന്നത്. ഈ 2 ക്വസ്റ്റ്യൻ ചോദിക്കാം എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താ പറയുക, ആൻസർ പറയൽ പിന്നെ അജീഉ അല്ലേ. പിന്നെ ആൻസർ പറയാം അജീഉ. അജീഉ എന്ന് പറഞ്ഞാൽ ഞാൻ വരുന്നു കേട്ടോ, അജീഉ ഞാൻ വരുന്നു എന്നിറങ്ങാണ്ട് ഈ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു സ്ഥലം നിങ്ങൾക്ക് പറയാം. വീടോ, പള്ളി, സൂക്ക്, വൈത്ത്, വീട്, സൂക്ക്, മാർക്കറ്റ്, മദ്രസ, സ്കൂള്, മുസ്തഷ്ഫ, ആശുപത്രി, എന്തും നിങ്ങൾക്ക് പറയാം അല്ല. ഞാൻ ഇന്ന സ്ഥലത്ത് അജീഉ മിൻ, ഇവിടെ മീൻ കൊടുക്കുന്നുണ്ട്, അജീഉ മിൻ എന്ന് പറഞ്ഞാണ്ട് അജീഉ മിൻ എന്ന് പറഞ്ഞാൽ സ്ഥലം കൊടുക്കും. ഇനി അതേപോലെ തന്നെ പിന്നെ ഇതല്ലെങ്കിൽ എന്ത് പറയാം, ഇതല്ലെങ്കിൽ അന ഞാൻ, അന മിൻ, അന മിൻ എന്ന് പറഞ്ഞാണ്ട് എന്ത് ചെയ്യുക, സ്ഥലം പറയാം. അപ്പോൾ ഇങ്ങനെ ഈ 3 ലൈന് ഈ ലൈൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് തിരിച്ചു ചോദിക്കാം. വ അൻതാന്ന് ചോദിക്കാം. വ അൻത എന്ന് പറഞ്ഞാൽ നീയോ എന്നാണ് അർത്ഥം അറബിയിൽ. വ അൻത, വ അൻത, വ അൻത, വ അൻത നീയോ, ആൻഡ് യു, നീ എവിടുന്നാണ് വരുന്നത്, ഫുള്ള് ചോദിക്കണ്ട, വാട്ട് യു എന്ന്, അല്ലെങ്കിൽ വ ആൻഡ് യു എന്ന് ചോദിക്കാം. അപ്പോൾ ഇങ്ങനെ ഈ ഒരു സംഭാഷണങ്ങൾക്ക് എല്ലായിടത്തും യൂസ് ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ് ചോദിക്കുക എന്താ വെച്ചാൽ, എന്താ വേണ്ടതെന്ന് ചോദിക്കാം അല്ലേ.
നിനക്ക് എന്താ എന്താ വേണ്ടത്, നീ എന്താ ഉദ്ദേശിക്കുന്നത് അല്ലേ? എന്താ അറിവ് ചോദിക്കുക. ആ മാതാ, മാതാ എന്താണ്, മാതാ തുരീദ്, മാതാ തുരീദു, നിനക്ക് എന്താണ് വേണ്ടത്, മാതാ തുരീദു, നിനക്ക് എന്താണ് വേണ്ടത്. അപ്പോൾ അയാൾക്ക് പറയാം ഉരീദു അല്ലേ, ഉരീദു എന്ന് പറഞ്ഞാൽ എനിക്ക് വേണം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാം, അയാൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറയാം ഇത് അല്ലേ. ഇപ്പം എന്താ വെച്ചാൽ ഉരീദു, പിന്നെ എന്താ പറയുക, ഉരീദു എൽമാ, എനിക്ക് വെള്ളം വേണം അല്ലേ. ഇത് പിന്നെ ആവശ്യം, അല്ലെങ്കിൽ ഉരീദു ഷോപ്പിൽ പോവുകയാണെങ്കിൽ എന്ത് ചെയ്യണം, ഉരീദു അൽ കലം കിതാബ് അല്ലേ, അല്ലെങ്കിൽ ഹറവാത്ത് പച്ചക്കറി എന്തും പറയാം. അങ്ങനെ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ളതിന് മാതാ തുരി എന്നുള്ളൂ, എനിക്ക് വേണം എന്നുള്ളതിന് ഉരി എന്ന് യൂസ് ചെയ്താൽ മതി. ഓക്കെ, പിന്നെ നെക്സ്റ്റ് നമുക്ക് ചോദിക്കാം, നിനക്ക് എന്താ പറ്റും, വാട്ട് ഹാപ്പൻ ടു യു, നിനക്ക് എന്താ പറ്റിയത് ഉണ്ടോ, മാതാ ആപ്പ്. അപ്പം എന്ത് ചോദിക്കാൻ പറ്റിയ വാക്കാണെന്ത്, മാതാ എന്താണ്, മാതാ അസോബക്ക, മാതാ അസോബക്ക സ്ത്രീയാണ് അസോബക്ക്, വാട്ട് ഹാപ്പൻ ടു, നിനക്ക് എന്താ പറ്റിയത് അല്ലേ. അപ്പോൾ നമുക്കെന്ത് പറയാം, അസോബനി ഉണ്ടോ, അസോബനി എനിക്ക് എന്നെ ബാധിച്ചു അല്ലേ. അൽ മറന്ന് എന്തെങ്കിലും പറയാം, മറന്ന് രോഗം, എനിക്ക് രോഗം ബാധിച്ചിട്ടുണ്ട് അല്ലേ. അല്ല ആത്തിഷ്, എനിക്ക് ദാഹമുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ എന്തും പറയാം. നിങ്ങൾക്ക് അസോബനി എന്ന് പറഞ്ഞാണ്ട് എന്തെങ്കിലും ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ സ്വാഭാവികമായിട്ടും പിന്നെ നമ്മൾ ചോദിക്കുകയാണ്, ഇതിന് പ്രയാസങ്ങളുണ്ടോ അല്ലേ, അതിനെന്താ അറിവ് ചോദിക്കുക, നിനക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടോ, ഹൽ, ഹൽ എന്ന് ഉണ്ടോ എന്നാണ്, ഹൽ ഇന്ദക്ക, അല്ല ഇന്ദക്ക നിനക്കുണ്ടോ, അയ്യു എന്തെങ്കിലും, അയ്യു മുഷ്കിലത്തുൻ, അയ്യു മുഷ്കില നിനക്കെന്തെങ്കിലും പ്രയാസമുണ്ടോ അല്ലേ. അപ്പോൾ ഒന്നെങ്കിൽ ആയിരിക്കും എന്തിനാ നഅം, അസോബനിയൽ മറക്കും എന്താണ് രോഗം ഉണ്ടെന്നൊക്കെ പറയാം. അതല്ലെങ്കിൽ എന്ത് പറയാം, ലാ ഇല്ല, എന്നിട്ടോ എപ്പോഴും നമ്മൾ അറബിയിൽ പറയാം അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ അർത്ഥം നമുക്കറിയാം അള്ളാഹിനെ സ്തുതി, അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല, ബി ഖൈർ എന്ന് പറയണം. എന്തെങ്കിലും എപ്പോഴും അറബിയിൽ എന്താണ് വയ്യായി ഉണ്ടെന്ന് വെച്ചാൽ അൽഹംദുലില്ലാ ബി ഖൈർ, അൽഹംദുലില്ലാ ഖൈർ കുഴപ്പമൊന്നുമില്ല, ആ ഇതിലാണ് അറബിയിൽ എപ്പോഴും മറുപടി. ഇതും പറയാം ഉണ്ടാവും. ഇനി നിങ്ങൾക്ക് കോമൺ വളരെ സിമ്പിളായി, ഇനി ഈ കണ്ടുമുട്ടിയ ആളുകൾ അവിടെ തന്നെ നിൽക്കുമോ ഇല്ല, തിരിച്ചു പോകും. പോണ സമയത്ത് എല്ലാം പോണ പിരിഞ്ഞു നമുക്ക് തിരിച്ചു ചോദിക്കാൻ എന്താണ്, ഇലാ ഐന, ഇലാ ഐന എന്ന അർത്ഥം എവിടേക്കാണ് അർത്ഥം കേട്ടോ. ഇലാ ഐന എവിടേക്കാണ്, ഇലാ ഐന അൻത നീ എവിടേക്കാണെന്ന് ചോദിക്കാം. അതല്ലെങ്കിൽ ഇലാ ഐന അൻത തെജീ എന്ന് ചോദിക്കാം, നല്ല കുറച്ച് വലുതാക്കണമെങ്കിൽ. നീ എങ്ങോട്ടാ, തെജീ അല്ല തെദ്ഹബു കേട്ടോ, തെജീ അല്ല തെദ്ഹബു, ലാ ഐന അൻത തെദ്ഹബു ചോദിക്കാം, തെറുഹു ചോദിക്കട്ടോ, നീ എങ്ങോട്ടാണ് പോണത്. അപ്പോൾ പറയുന്നതാണ് അദ്ഹബു ഞാൻ പോകുന്നു, ഇലൽ സ്ഥലം പറയാം, ഇലൽ ബൈത്ത്. ഈ ചോദ്യം ഒരാൾ ഇങ്ങോട്ട് തിരിച്ച് അങ്ങോട്ട് ചോദിക്കാമല്ലോ, ആൻറ്റി വാൻത നീ എങ്ങോട്ടാ പോകണമെന്ന് ചോദിക്കാം. അപ്പോൾ ഇങ്ങനെ 1 2 3 4 5 6 7 8 9 10 അല്ലേ, 10 ലൈന് അല്ലെങ്കിൽ 12 ലൈന് ഞാൻ ഇവിടെ എടുത്തു തന്നു. അപ്പോൾ എന്ത് മനസ്സിലായി, ഇങ്ങനെ നിങ്ങൾക്ക് കോമണായി ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള 10 ലൈന് ഞാൻ പറഞ്ഞു ഉണ്ടോ. അപ്പോൾ ഇതിൽ 10 ലൈൻ ഇത് കൂട്ടി ഇത് ഞാൻ ഒരു വൺ വേ ചോദ്യം മാത്രമേ ഉള്ളൂ. ഈ ചോദിക്കുന്ന ആൾക്ക് തിരിച്ചു ഇതേ ചോദ്യം ചോദിക്കാം, അപ്പോൾ നമുക്ക് അതേ ആൻസർ തിരിച്ചും പറയാം, അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ ഈ വാക്കുകൾ കോമൺ ആയിട്ട് എല്ലാ ഹിവാറിലും ആവശ്യാനുസരണം ഉപയോഗിക്കാം. ഇനി അവസാനിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് പറയും, അവസാനിക്കുന്ന സമയത്ത് ശുക്രൻ അഫ്വാൻ അസ്സലാമു അലൈക്കും വലൈക്കും അങ്ങനെയും പറയും. അപ്പോൾ നമുക്കൊന്ന് എണ്ണി നോക്കട്ടോ. ഫസ്റ്റിൽ പറയുന്ന 4 ലൈന് അസ്സലാമു അലൈക്കും വലൈക്കും മുസ്ലിം കൈഫൽ ജന അൽഹംദുലില്ലാ. ലാസ്റ്റ് പറയുന്ന 4 ലൈന് ശുക്രൻ അഫ്വാൻ അസ്സലാമു അലൈക്കും വലൈക്കും മുസ്ലിം 8 ആയി. നമുക്ക് കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന 10 ലൈന് ഈ വാക്കുകൾ. അപ്പോൾ 18 ലൈനായി. 18 ലൈൻ നിങ്ങളെ പേജിൽ നിങ്ങൾ എഴുതിയാൽ 3/4 പേജ് എന്തായാലും ഉണ്ടാവും. പിന്നെ അതിന് പുറമെ നിങ്ങൾക്ക് ടോപ്പിക് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ ഇതിന് ഉപയോഗപ്പെടുത്തും. ആശുപത്രിയിലെ സംഭാഷണം, വീട്ടിലെ സംഭാഷണം, അത് അറിയുമെങ്കിൽ അപ്പോൾ അതൊരു 4 5 എഴുതാണെങ്കിൽ നിങ്ങൾ 72 ലൈനായി. അപ്പോൾ ഒരു പേജിൻ്റെ കഴിഞ്ഞ് അപ്പുറത്തെ പേജ് എത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഒരു പേജൊക്കെ യുവാർ എഴുതി ആ യുവാറിന് ഫുൾ മാർക്ക് എന്തായാലും ഉറപ്പാണ്.
സോ ഈ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഹിവാർ ഉപയോഗിക്കുക. എപ്പോഴും ശ്രദ്ധിക്കേണ്ട എന്താണ്, ടോപ്പിക്കുമായി ബന്ധപ്പെട്ട കാര്യം ആദ്യം എഴുതണം കേട്ടോ. അറിയണ കാര്യം ആദ്യം എഴുതണം, എന്നിട്ടേ കോമഡിൻ്റെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പരമാവധി എഴുതാൻ പാടുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഈ ട്രിക്കുകൾ ഉപയോഗിക്കുക, ഈ വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ട് ഇനി ഹിവാർ വന്ന ഒരിക്കലും ഒഴിച്ചു തരരുത്. ഏത് ഹിവാർ വന്നാലും ആളെ കണ്ടെത്തുക, ആവശ്യാനുസരണ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, എഴുതാൻ ശ്രമിക്കുക. അങ്ങനെ എഴുതിയെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. അസ്സലാമു അലൈക്കും.